അപ്പോൾ ശ്രദ്ധിച്ചോടാ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏത് ചാപ്റ്ററാണ്? മെട്രിക്സ് ആണ്. മെട്രിക്സിൽ നിന്ന് എല്ലാ തവണയും ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ് അല്ലേ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ നിന്ന് തെറ്റിക്കാതിരിക്കുക, അല്ലെങ്കിൽ മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാ തവണയും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏതാണ്? മെട്രിക്സ്. കേട്ടല്ലോ, തുടങ്ങിയേക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ വരും. കൺസ്ട്രക്ട് എ 3/3 മെട്രിക്സ് ഹൂസ് എലമെന്റ് aij ഈക്വൽ ടു 2i മൈനസ് ജെ. അതായത് നമുക്കൊരു 3/3 മെട്രിക്സ് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ എക്സ്പ്രഷൻ തന്നിട്ടുള്ളത് aij ഈക്വൽ ടു 2i മൈനസ് ജെ എന്ന രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാനൊന്നിങ്ങനെ എഴുതുവാണ്. എ ഈക്വൽ ടു, നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു 3/3 മെട്രിക്സ് അല്ലേ? 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോസും വേണം, 3 കോളംസും വേണം. അതായത് 1 2 3 1 2 3 1 2 3 അല്ലേ? 3 റോസും 3 കോളംസും. ഈ കോളമിന് അല്ലെങ്കിൽ ഈ എലമെന്റ് നോക്കിയേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആണ്, അതുകൊണ്ട് ഇതിനെ A11 എന്ന് വിളിക്കാം. ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ആണ്, അതുകൊണ്ട് ഇതിനെ A12 എന്ന് വിളിക്കാം. ഇത് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് ആണ്, അപ്പോൾ ഇതിനെ A13 എന്ന് വിളിക്കാം. ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആണ്, അപ്പോൾ ഇത് A21. ഇതോ A22. ഇതോ A23. ഇതോ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആണ്, അപ്പോൾ A31. ഇതോ തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് ആണ്, A32. ഇതോ A33. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എലമെൻറ്റുകൾ വരുന്നത്. ഈ എലമെൻറ്റുകൾ ഓരോന്നും ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അവർ പറഞ്ഞിട്ടുള്ളത് aij കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു എന്ത് ചെയ്യുക, i ചെയ്യുക മൈനസ് ജെ ചെയ്യുക. ഇത്ര ഉള്ളടാ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. വളരെ 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 സിമ്പിൾ. അപ്പോൾ നമുക്ക് A11 ആദ്യം കണ്ടുപിടിക്കാം. എന്തേ നോക്കിയോ, A11 എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു 1 ചെയ്യുക മൈനസ് രണ്ടാമത്തെ നമ്പർ 1. എത്രയാണ്? 2 ഇൻറ്റു 1 എത്രയാണ്? 2. 2 മൈനസ് 1 എത്രയാണ്? 1. അത്രേ ഉള്ളൂ. അടുത്തത് A12 അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? A12 എങ്ങനെ വരും? ശ്രദ്ധിച്ചോ. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 1 മൈനസ് സെക്കൻഡ് നമ്പർ, അപ്പോൾ എത്ര വന്നു? 2 മൈനസ് 2, ആൻസർ 0 വന്നു. അടുത്തത് A13 എങ്ങനെ വന്നു? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ, അപ്പോൾ എത്ര വന്നു? 2 മൈനസ് 3, ആൻസർ -1 വന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് 3 എലമെൻറ്റ്സ്, ഫസ്റ്റ് 3 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? 1 0 -1. അടുത്ത 3 കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? A21 22 23 കണ്ടുപിടിക്കാം. A21 എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ്, അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് സെക്കൻഡ് എലമെൻറ്റ്, അപ്പോൾ എത്ര വന്നൂടാ? 4 മൈനസ് 1 3 എന്ന് കിട്ടി. അടുത്ത നോക്ക്, A22, അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് സെക്കൻഡ് എലമെൻറ്റ്, അപ്പോൾ 4 മൈനസ് 2, ആൻസർ 2. അടുത്തത് A23 എത്രയാണ്? 2 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് സെക്കൻഡ് എലമെൻറ്റ്, അപ്പോൾ 4 മൈനസ് 3, ആൻസർ എത്ര വന്നു? 1. അപ്പോൾ സെക്കൻഡ് റോ നമുക്ക് എഴുതാം 3 2 1. ക്ലിയർ അല്ലേ? അടുത്തത് 3 വെച്ചുള്ള കണ്ടുപിടിച്ചോ. A31 എങ്ങനെയാണ്? 2 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ്, 2 ഇൻറ്റു 3 മൈനസ് 1, ആൻസർ എത്ര വരും? 6 മൈനസ് 1, ആൻസർ 5. അടുത്തത് A32 2 ഇൻറ്റു 3 മൈനസ് 2 6 മൈനസ് 2, ആൻസർ 4. അടുത്തത് A33 2 ഇൻറ്റു 3 മൈനസ് 3 6 മൈനസ് 3, ആൻസർ 3. അപ്പോൾ എത്ര വരുവാടാ? 5 4 3 മെട്രിക്സ് കിട്ടി. അപ്പോൾ ഇതുപോലൊരു ഫോർമുല തന്നിട്ട് ആ മെട്രിക്സ് ഉണ്ടാക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. കേട്ടല്ലോ, കൺസ്ട്രക്ട് എ മെട്രിക്സ്. ഇത് ബേസിക് ആയിട്ട് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിട്ടുകളയരുത്. വെറുതെ അതിൻ്റെ സ്ട്രക്ചർ ആദ്യം എഴുതുക, എന്നിട്ട് ഓരോ എലമെൻറ്റുകൾ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും. സിമ്പിൾ പരിപാടി. അടുത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ മെട്രിക്സുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എയും ബി ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, 2 മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡറുകൾ ഈക്വൽ ആയിരിക്കണം. ഓർഡറുകൾ ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ x+5 5 ആണ്, 2 2 തന്നെയാണ്, 8 8 തന്നെയാണ്, 5+x എത്രയാണ്? 6 ആണ്. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? x+y ഈക്വൽ ടു, x+yയുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 5. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയടാ, 5+6 ഈക്വൽ ടു 5+x ഈക്വൽ ടു 6. 2 കണ്ടീഷനല്ലേ ഉള്ളത്?
രണ്ട് കണ്ടീഷൻ. ഇതിൻ്റെ അകത്തുനിന്ന് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എടാ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അതിപ്പോൾ കണ്ടുപിടിക്കാൻ പാടാം. അത് ഇവിടെ ഒരെണ്ണം ഉള്ളൂ, 5 + x = 6. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 5 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ, ഇപ്പുറത്ത് 6 ഉണ്ട്, ഈ 5 ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു ആൻസർ എത്ര വന്നടാ 1. എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ, എളുപ്പമല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 1 കിട്ടി, ആ എക്സ് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ കിട്ടും. നോക്ക് 1 + y = 5. y കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 1 ഇപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. 1 ഇവിടെ പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 5 - 1 ആവും. അപ്പോൾ y = എത്ര വന്നടാ 4. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്തത്, കേട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇതേ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കൂ. AB ഫൈൻഡ് AB എന്നാണ് അവർ ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരൊക്കെ ശ്രദ്ധിച്ചു. ആദ്യം എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. എയുടെ ഓർഡർ എഴുതുക. എയുടെ ഓർഡർ എന്താണ്, ഇതേടാ 2 റോസ്, അപ്പോൾ 2 ഇൻറ്റു എത്ര കോളംസ്, 2 കോളംസ്, അപ്പോൾ ഇതൊരു 2/2. ഇനി ബിയുടെ ഓർഡർ എഴുതുക. എത്ര റോസ്, 2 റോസ്, എത്ര കോളംസ്, 1 2 3 കോളംസ്. അപ്പോൾ നോക്ക് ബിയുടെ ഓർഡർ എന്താണ്, 2/3. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഇവിടെ വരുന്ന 2 എലമെൻറ്റുകൾ ഈക്വൽ ആണെന്ന് നോക്കണം. ഈക്വൽ അല്ലേ, ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഈ കിടക്കുന്ന ബാക്കി കിടക്കുന്ന 2 എണ്ണമായിരിക്കും. എന്താണ്, 2/3 ആണ് നമുക്ക് ഉത്തരം കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ. ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ദേ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് A × B അല്ലടാ. അപ്പോൾ നമ്മൾ എയും ബിയും ഒരുമിച്ച് എഴുതണം, കേട്ടല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ എ എടുത്ത് ഞാൻ ആദ്യം എഴുതുവാണ്. എ എത്രയാടാ, 2 4 1 - 3. ബി എടുത്ത് രണ്ടാമത് എഴുതുവാണ്. ബി നോക്കിയേ, ബി ഏതാടാ, 1 - 1 5, 1 - 1 5, 0 to 6, 0 to 6 എഴുതിയല്ലോ. ഇനി ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്യുന്നത് സംശയമുള്ളവർ ഇങ്ങോട്ട് പോകുന്നു. ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടുന്ന മെട്രിക്സ് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 റോയും 3 കോളവും. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ ആദ്യം തന്നെ എഴുതിക്കൊള്ളണം. നോക്ക്, 2 റോയും 3 കോളവും, ഇത്രയല്ലേ ഉള്ളു. ഇനി ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അതിനുവേണ്ടി ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, അത് കൊണ്ടുപോയി ഇങ്ങോട്ട് തിരിച്ചെഴുതുക, 2 4. നോക്കിക്കൂടെ, 2 4 ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇതിനെ ഓരോ സെറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഓരോ എലമെൻ്റായിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് റോ എടുത്തു, ഇങ്ങനെ എഴുതി, ഇതിനെ ഓരോ സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഓരോ സ്ഥലത്ത് എഴുതണം. ഇത്രയുള്ളത് നോക്കിയോ, 2 × 1 ചെയ്യുക, 4 × 0 ചെയ്യുക. ആദ്യത്തെ സെറ്റ് ഇവിടെ എങ്ങനെയാണ്, 2 × 1 4 × 0. 2 × 1 എത്രയാണ്, 2. 4 × 0 എത്രയാടാ, 0. 2 + 0. അടുത്തത് ഇതുകൊണ്ട് രണ്ടാമത്തെ സെറ്റിനെ ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. പറ, 2 × -1 -2 ആണ്. 4 × 2 എത്രയാടാ, 8. അടുത്തത് ഇതുകൊണ്ട് മൂന്നാമത്തെ സെറ്റിനെ ഇൻറ്റു ചെയ്യുക. 2 × 5 10, 6 × 4 24. ഇത്രേ ഉള്ളൂ. അപ്പോൾ ദേ ഫസ്റ്റ് റോ കഴിഞ്ഞു, ഫില്ലായി. ഇനി അടുത്ത റോ എടുക്കുക, 1 - 3 ഇതുപോലെ എഴുതുക. 1 - 3 താഴത്തേക്ക് എഴുതണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓരോന്നും 1 × 1 1, -3 × 0 0 എഴുതി. അടുത്തത് 1 × -1 അപ്പോൾ -1, -3 × 2 -6. അടുത്തത് 1 × 5 5, -3 × 6 എത്രയാണ്, -18. ഇനി അങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇത് നോക്കിക്കോ, സിമ്പിൾ പരിപാടി, വേഗം പറഞ്ഞോ. 2 + 0 എത്രയാടാ, 2. -2 + 8 ആൻസർ എത്രയാടാ, 6. 10 + 24 ആൻസർ എത്രയാടാ, 34. 1 + 0 എത്രയാടാ, 1. -1 - 6 എത്രയാടാ, -7. 5 - 8 എത്രയാടാ, -13. 5 - 18 അല്ലേ, -13. കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് BA is defined, ജസ്റ്റിഫൈ യുവർ ആൻസർ. BA is defined എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BA എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ്.
ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ബിയും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ബിയും എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ബിയുടെ ഓർഡർ എന്താടാ? 2/3. 2/3. എയുടെ ഓർഡർ എന്താടാ? 2/2. 2/2. ഇവിടെ ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ. ദെയർഫോർ എന്താണ്? ബി എ ഈസ് നോട്ട് ഡിഫൈൻഡ്. ബി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കേട്ടല്ലോ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതായത് ഡിഫൈൻഡ് ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം. കേട്ടല്ലോ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ കൊണ്ട് എഴുതി വെച്ചാൽ മതി. എളുപ്പമല്ലേ? അടുത്തത് ദേ നോക്കിക്കോ. അടുത്തത് പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കുന്ന വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചോളാം. കൺസിഡർ എ മെട്രിക്സ് ഷോ ദാറ്റ്. എടാ ഈ മോഡലിൽ ഒരു ചോദ്യം ഉണ്ടാവും. a² - 7a - 2i. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a² - 7a - 2i = 0 എന്നാണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാടാ? a² കണ്ടുപിടിക്കാം. a എത്രയാണ്? a 2 3 4 5 ആണ് അല്ലേ? 2 3 4 5 ആണ്. a² കണ്ടുപിടിക്കാനേ ശ്രദ്ധിച്ചേ. a² കണ്ടുപിടിക്കാൻ ഈ ഓരോ നമ്പറിൻ്റെ സ്ക്വയർ എടുത്ത് വെച്ചാൽ മതിയാ? പോരാ. എന്ത് ചെയ്യണം? എയിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മറക്കരുത്. കേട്ടല്ലോ? എയിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എയിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം. എയുടെ ഓർഡർ 2/2 ആണ്. ഈ എയുടെ ഓർഡർ 2/2 ആണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഉത്തരം കിട്ടാൻ പോകുന്നതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താണോ അത് രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതുവാണ്. ഏതൊക്കെയാണ്? എയും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 3 4 5ഉം ഒരു 2 3 4 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഉത്തരം കിട്ടാൻ പോകുന്നതിൻ്റെ ഓർഡർ എന്താണെന്നാണ് പറഞ്ഞത്? 2/2 ആണ്. അപ്പോൾ ഒരു 2/2ൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചറും ഞാൻ എഴുതി. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. ദേ ആദ്യം ഈ 2 3 എടുക്കുക. ഈ 2 3 ഞാൻ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഓരോ സെറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 2 × 2 4, 3 × 4 12. കറക്റ്റ് അല്ലേ? 2 × 3 6 പ്ലസ് 5 × 3 15. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത 4 5 എടുക്കുക. 4 5 ഇങ്ങനെ എടുത്തു. 4 × 2 8 പ്ലസ് 5 × 4 20. 4 × 2 8, 5 × 4 20. അടുത്തത് രണ്ടാമത്തെ 4 × 3 12 പ്ലസ് 5 × 5 25. ഇനി ഇത് അങ്ങോട്ട് നീറ്റാക്കി എഴുതിയാൽ മതി. അപ്പോൾ a² നമുക്ക് കിട്ടി. a² എന്താണ്? 4 + 12 എത്രയാണ്? 16. 15 + 6 എത്രയാടാ? 21. 20 + 8 28. 25 + 12 എത്ര വന്നു? 37 എന്ന് വന്നു. a² കിട്ടി. a² കിട്ടിയല്ലോ. a² കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് a² കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 7a വേണം. എങ്ങനെയാ 7a കണ്ടുപിടിക്കുന്നത്? 7 എടുത്ത് എയിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a എത്രയാടാ? 2 3 4 5. 7 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത്? എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തോളണം. എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7 × 2 14, 7 × 3 21, 7 × 4 28, 7 × 5 35. എഴുതി. 7a എഴുതി. അടുത്ത എന്താ വേണ്ടത്? അടുത്തത് 7a കഴിഞ്ഞാൽ പിന്നെ ഒരു 2i വേണം. 2i എങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 2 കൊണ്ട് iനെ മൾട്ടിപ്ലൈ ചെയ്യുക. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1 എന്നൊക്കെ പറഞ്ഞു. നമുക്ക് 2i ആണ് വേണ്ടത്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതുക. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒറ്റടിക്ക് ഇങ്ങനെ എഴുതിയാലും മതി. 2 0 0 2. ഇതാണ് 2i. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എഴുതുക. എന്താടാ? a² - 7a - 2i. അത് 0 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. a² എന്താണ്? a² എന്താടാ? 16. പിന്നെ ഏതാടാ? 21 28 37 മൈനസ് 7a എന്താടാ? 14 21 28 35 മൈനസ് 2i എന്താടാ? 20
0 2 വിച്ച് ഈസ് ഈക്വൽ ടു ഓരോന്ന് നമുക്ക് നോക്കാം. ഇതേ ശ്രദ്ധിച്ചോ, 16 മൈനസ് 14 നോക്കിക്കടാ, 16 മൈനസ് 14 16 മൈനസ് 14 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇതേ ശ്രദ്ധിച്ചേ, 16 ശ്രദ്ധിച്ചോ, 16 മൈനസ് 14 എന്ന് പറയുമ്പോൾ 2 വീണ്ടും -2 ചെയ്യുമ്പോൾ ആൻസർ എന്തായി പോവും? 0. ക്ലിയർ ആയി. ഇനി സെക്കൻഡ് എലമെന്റ് നോക്കുക, 21 മൈനസ് 21 അത് 0 ആയി. 0 മൈനസ് 0 എന്താണ്? 0 തന്നെ. ഇത് നോക്ക്, 28 മൈനസ് 28 0 0 മൈനസ് 0 എന്താണ്? 0. 37 മൈനസ് 35 2 വന്നു, 2 മൈനസ് ഇവിടെ ഒരു 2 കൂടി, ആൻസർ എന്താണ്? 0. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടിയടാ? ഒരു 0 മെട്രിക്സ് കിട്ടി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ചെയ്തു, 0 കിട്ടി. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ്. എന്താടാ? ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് നമ്മൾ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പോരുത്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? അഡ്ജെ ബൈ ഡിറ്റർമിനന്റ്. അത് ഉപയോഗിച്ച് ചെയ്യരുത്. ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപയോഗിച്ച് എ ഇൻവേഴ്സ് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിക്കും? വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ആദ്യം നമുക്ക് ഇതൊന്ന് എഴുതാം. എന്താണ്? എ സ്ക്വയർ മൈനസ് 7 മൈനസ് 2i ഈക്വൾ ടു 0. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. എ ഇൻവേഴ്സിന് നമ്മൾ കൊടുക്കുന്നൊരു ഡെഫിനിഷൻ ഉണ്ട്, ഇതേ ശ്രദ്ധിച്ചോ. എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഐ കിട്ടിയാൽ, എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഐ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ മെട്രിക്സിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. കേട്ടല്ലോ, രണ്ടാമത്തെ മെട്രിക്സിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഞാൻ ഈ -2i അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിച്ചോളണം, എ സ്ക്വയർ മൈനസ് 7 ഈക്വൽ ടു 0 പ്ലസ് 2i എന്ന് വരും. അപ്പോൾ നോക്കിയോടാ, എ സ്ക്വയർ മൈനസ് 7 ഈക്വൽ ടു ഇപ്പുറത്ത് 2i വന്നു. ഇനി ശ്രദ്ധിച്ചേ, ഞാനിവിടെ എ കോമൺ എടുക്കാൻ പോവുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ രണ്ടിടത്തും എ ഉണ്ട്, എ കോമൺ എടുക്കാൻ പോവുകയാണ്. എ കോമൺ എടുത്ത് കഴിഞ്ഞപ്പോൾ എ സ്ക്വയറിൽ നിന്ന് ഒരു എ പോയി കഴിഞ്ഞപ്പോൾ എ വന്നു, മൈനസ് 7a നിന്ന് എ പോയി കഴിഞ്ഞപ്പോൾ 7. ഇവിടെ ശ്രദ്ധിച്ചേ, വെറുതെ 7 എന്ന് എഴുതിയിട്ട് കാര്യമില്ല. ഇവിടെ എഴുതിയേക്കുന്നത് എല്ലാം മെട്രിക്സ് ആടാ. അപ്പോൾ ഇവിടെ വെറുതെ ഒരു 7 എന്ന് മാത്രം കൊടുക്കരുത്. 7ഉം ഐഡന്റിറ്റി മെട്രിക്സും കൂടി ഇൻഡു ചെയ്ത് വെച്ചോളാം. കേട്ടല്ലോ, ഈക്വൽ ടു എന്ത് വന്നു? 2i എന്ന്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ 2iയിൽ ഐ ഇവിടെ നിർത്തി, ഈ 2 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ a ഇൻറ്റു a മൈനസ് 7i ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഐ എന്ന് വന്നു. എടാ, നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഐ കൊണ്ടുവന്ന് വെക്കണം, എങ്കിൽ മാത്രമേ എയുടെ കൂടെ എന്താണോ ഇൻഡു ചെയ്യുന്നത് അതിനെയാണ് ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിക്കോ, എയുടെ കൂടെ എന്ത് സാധനമാടാ? a മൈനസ് 7i ബൈ 2 ഇൻഡു ചെയ്തപ്പോൾ ഐ കിട്ടി. എ എഴുതി, a മൈനസ് 7i ബൈ 2 ഇൻഡു ചെയ്തപ്പോൾ ഐ കിട്ടി. അപ്പോൾ എയുടെ കൂടെ എന്ത് ചെയ്തപ്പോഴാണോ ഐ കിട്ടിയത്, അപ്പോൾ ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? a മൈനസ് 7i ബൈ 2. എന്താടാ? a മൈനസ് 7i ബൈ 2. അത് കണ്ടുപിടിക്കണം, ഒന്നുമില്ല. ദേ ശ്രദ്ധിച്ചോ, എ എന്താടാ? എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? 2 3 4 5 അല്ലേ? 2 3 4 5. നമുക്ക് 7i വേണം. 7i എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 7 0 0 7 അല്ലേ? ഇത്ര ഉള്ള പരിപാടി. ഇനി എന്ത് ചെയ്യുക? എയിൽ നിന്ന് 7i കുറയ്ക്കുക, a മൈനസ് 7i ചെയ്യുക. a മൈനസ് 7i ചെയ്യുമ്പോൾ എന്ത് വരും? പറഞ്ഞേ. 2 മൈനസ് 7 -5 വന്നു. 3 മൈനസ് 0 ആൻസർ എന്ത് വന്നു? 3 വന്നു. 4 മൈനസ് 0 ആൻസർ എന്ത് വന്നു? 4 വന്നു. 5 മൈനസ് 7 ആൻസർ എന്ത് വന്നു? -2 വന്നു. കേട്ടല്ലോ, അപ്പോൾ a മൈനസ് 7i വന്നു. a മൈനസ് 7i മാത്രം പോരെ, a മൈനസ് 7i ബൈ 2 ചെയ്യണം. a മൈനസ് 7i ബൈ 2 ചെയ്യണം. അതായത് ഇതിനെല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? -5/2 3/2 4/2 -2/2. അപ്പോൾ ആൻസർ ഒന്നുകൂടി നീറ്റാക്കി, -5/2 3/2 2 -1 എന്ന് എഴുതാം. കേട്ടല്ലോ, ഇതാണ് ഇൻവേഴ്സ്. ഈ ഒരു മോഡൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഐ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, ബാക്കിയെല്ലാം ഇപ്പുറത്തെടുക്കുക. ഇതാണ് എന്ത്? എ ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനം. ഇതേ നോക്കിയോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അകത്ത് നിന്ന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതേ നോക്ക്, ഒരു മെട്രിക്സ് തന്നിട്ട് എക്സ്പ്രസ് എ മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്.
ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഒന്നുമില്ലടാ, എല്ലാ ക്വസ്റ്റ്യനുകളും ഒരേ മോഡൽ. അപ്പോൾ എല്ലാം ചെയ്യുന്നത് ഒരു രീതിയിൽ. ആദ്യം നമ്മൾ എ ഈക്വൽ ടു എന്നും പറഞ്ഞ് ആ മെട്രിക്സ് അങ്ങോട്ട് എടുത്ത് എഴുതുവാടാ. ആദ്യം നോക്കിയോ, ഏതാടാ 2 -2 -4, പിന്നെ ഏതാടാ -1 3 4, പിന്നെ ഏതാടാ 1 -2 -3. ഇനി എന്ത് ചെയ്യുക, എയുടെ ട്രാൻസ്പോസ് എഴുതുക. എയുടെ ട്രാൻസ്പോസ് എഴുതുക. എയുടെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുന്നത്? എയുടെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുന്നത്? ഇതിന്റെ കോളം മാറ്റി റോ ആക്കി എഴുതുക. 2 -2 4 ഞാൻ താഴത്തേക്ക് എഴുതി. 2 -2 -4 ഞാൻ താഴത്തേക്ക് എഴുതി. -1 3 4 ഞാൻ താഴത്തേക്ക് എഴുതി. 1 -2 -3 1 -2 -3യും ഞാൻ താഴത്തേക്ക് എഴുതി. ഈ എയും എ ട്രാൻസ്പോസും എഴുതി കഴിഞ്ഞാൽ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇത് രണ്ടും കൂടി കൂട്ടണം. എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എന്താണ്? എയും എ ട്രാൻസ്പോസും കൂടി കൂട്ടി എഴുതണം. നോക്കിക്കോ, കൂട്ടി എഴുതുമ്പോൾ എന്ത് വരും? 2 + 2 എത്ര കിട്ടിയടാ? 4. -2 -1 എത്ര വരും? -3. അടുത്തത് -4 + 1 ആൻസർ എന്ത് വരും? -3 എന്ന് തന്നെ വരും. അല്ലേ? ക്ലിയർ അല്ലേ? -4 + 1 കറക്റ്റ്. അടുത്തത് -1 -2 അതും എത്രയാണ്? -3. അടുത്ത് നോക്കടാ, 3 + 3 ആൻസർ എന്ത് വന്നു? ആൻസർ 6. അടുത്തത് 4 -2 ആൻസർ എത്രയാടാ? 2. അടുത്തത് 1 -4 ആൻസർ എത്രയാടാ? -3. അടുത്തത് നോക്കൂ, -2 + 4 ആൻസർ എത്രയാടാ? 2. -3 -3 ആൻസർ എത്ര വരും? -3 എന്ന് പറയുമ്പോൾ എത്രയാണ്? -6 എന്ന് വരും. കിട്ടിയല്ലോ. ഇനി ഈ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ പകുതി എടുത്തോളണം. എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ പകുതി എടുത്തോണം. അതായത് എല്ലാത്തിൻ്റെയും ഹാഫ് എടുത്താൽ മതിടാ. എല്ലാത്തിൻ്റെയും ഹാഫ് എടുത്താൽ മതി. 4ന്റെ ഹാഫ് എത്രയാടാ? 2. -3യുടെ ഹാഫ് എത്രയാടാ? -3/2. ഈ -3യുടെ ഹാഫ് എത്രയാടാ? -3/2. ഈ -3യുടെ ഹാഫ് എത്രയാടാ? -3/2. 6ന്റെ ഹാഫ് എത്രയാടാ? 3. 2ന്റെ ഹാഫ് എത്രയാടാ? 1. -3യുടെ ഹാഫ് എത്രയാടാ? -3/2. 2ന്റെ ഹാഫ് എത്രയാടാ? 1. -6ന്റെ ഹാഫ് എത്രയാടാ? -3. ഇതെടുക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്തു, അതിന്റെ ഹാഫ് എടുത്തു. ഇനി അടുത്തത് എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കുക. എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കുക. രണ്ടും കൂടി മൈനസ് ചെയ്യുക. നോക്ക്, 2 -2 ചെയ്തപ്പോൾ 0 കിട്ടി. 2 -2 ചെയ്തപ്പോൾ 0 കിട്ടി. അടുത്തത് -2 -1 ആൻസർ എത്ര കിട്ടും? -2 + 1 എന്നാവും. ആൻസർ എത്രയാണ്? -1. അടുത്തത് -4 -1 ആൻസർ എത്ര കിട്ടി? -5. അടുത്ത് നോക്ക്, -1 -2 അപ്പോൾ ആൻസർ +1 ആണ് കിട്ടുന്നത്. 3 -3 ആൻസർ എന്ത് വരും? 0 കിട്ടും. 4 -2 ആൻസർ എത്ര വന്നടാ? 6 വന്നു. അടുത്ത 1 -4 എന്ന് ചെയ്യുമ്പോൾ 5 വരും. അടുത്തത് -2 -4 എന്ന് ചെയ്യുമ്പോൾ -6 വരും. -3 -3 ചെയ്യുമ്പോൾ 0 വരും. ഇതിൻ്റെയും എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെയും ഹാഫ് എടുക്കുക. ഹാഫ് എടുക്കുമ്പോൾ എന്ത് വരും? എല്ലാത്തിൻ്റെയും 0/2 0 ആണ്. -1ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ -1/2. -5ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ -5/2. അങ്ങനെ എല്ലാത്തിൻ്റെയും 1ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 1/2. 0യുടെ ഹാഫ് എടുക്കുമ്പോൾ 0 തന്നെ. 6ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 3. ഇവിടെ 5ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 5/2. അടുത്തത് -6ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ -3. 0യുടെ ഹാഫ് എടുക്കുമ്പോൾ 0. ഇങ്ങനെ എ പ്ലസ് എ ട്രാൻസ്പോസും എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കുക. ഇത് രണ്ടും പ്ലസ് ഇട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇതാണ് ഇവിടെ ഈ കണ്ടുപിടിച്ചതാണ് എന്ത്? സിമെട്രിക് മെട്രിക്സ്. എന്താടാ? സിമെട്രിക് മെട്രിക്സ്. ഇതാണ് സിമെട്രിക്. ഇതാണ് എന്ത്? സ്ക്യൂ സിമെട്രിക്. നോക്ക്, ഇത് സിമെട്രിക് ആണ്, ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇത് രണ്ടും പ്ലസ് ഇട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇത് രണ്ടും പ്ലസ് ഇട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എങ്ങനെയാണ്? ആദ്യത്തെ എന്താണ്? 2 -3/2 -3/2. ഇവിടെയും -3/2. ഇവിടെയും -3/2. ഇവിടെ 3 1 1 -3 പ്ലസ്. നോക്ക്, ഇതെല്ലാം 0. പിന്നെ ഏതാണ് വന്നിട്ടുള്ളത്? ഇവിടെ -1/2. ഇവിടെ -5/2. ഇവിടെ 1/2. ഇവിടെ 3. ഇവിടെ 5/2. ഇവിടെ -3. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ മെട്രിക്സ് കിട്ടും. 2 -2 -4 -1 3 4 1 -2
-3 കേട്ടല്ലോ. അപ്പോൾ ഈ ചെയ്ത ഓർഡർ ഒന്ന് നോക്കിയേ. ആദ്യം ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എ എടുത്തെഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തെഴുതുക, എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിൻ്റെ പകുതി എടുക്കുക, എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിൻ്റെ പകുതി എടുക്കുക. ഇത് രണ്ടും കൂടി പ്ലസ് ഇട്ട് ഈക്വൽ ടു എ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ സെയിം മെത്തേഡ് ചെയ്തോളൂല്ല. എളുപ്പമല്ലേ? അപ്പോൾ മെട്രിക്സിൽ നിന്നും ഈ മോഡൽ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതായിരിക്കും വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. കാര്യം എല്ലാ വട്ടവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടല്ലോ. എഴുതിക്കോളണം. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം.